വെൽക്കം ടു ഫ്രീഡം വേൾഡ്. കസ്റ്റഡി മരണങ്ങളുടെ നാട് എന്നും ഇന്ത്യയിലെ ഒരു സംസ്ഥാനവുമായ ഉത്തർപ്രദേശിനെ പറ്റിയാണ് ഇന്ന് നിങ്ങളോട് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഉത്തരേന്ത്യയിലെ ഒരു സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. ദശലക്ഷത്തിലധികം നിവാസികളുള്ള ഇത് ഇന്ത്യയിലെ ഏറ്റവും ജനസംഖ്യയുള്ള സംസ്ഥാനവും ലോകത്തിലെ ഏറ്റവും ജനസംഖ്യയുള്ള രാജ്യ ഉപവിഭാഗവുമാണ്. ഇന്ത്യക്ക് പുറത്തുള്ള മറ്റു 4 രാജ്യങ്ങളെക്കാളും ഇന്ത്യയിലെ അല്ലെങ്കിൽ മൊത്തം ലോക ജനസംഖ്യയുടെ ഏകദേശം 3%, 2,43,286 കിലോമീറ്റർ വിസ്തൃതിയുള്ള ഇത് ഇന്ത്യയുടെ മൊത്തം വിസ്തൃതിയുടെ 7.3% തുല്യമായ 4ാമത്തെ വലിയ ഇന്ത്യൻ സംസ്ഥാനമാണ്. ലക്നൗ സംസ്ഥാന തലസ്ഥാനമായി പ്രവർത്തിക്കുന്നു. ഇത് 18 ഡിവിഷനുകളും 75 ജില്ലകളും ആയി തരംതിരിച്ചിരിക്കുന്നു. 2000 നവംബർ 9 ഉത്തർപ്രദേശിന്റെ പടിഞ്ഞാറൻ ഹിമാലയൻ മലനിരകളിൽ നിന്ന് ഉത്തരാഞ്ചൽ എന്ന പുതിയ സംസ്ഥാനം സൃഷ്ടിക്കപ്പെട്ടു. സംസ്ഥാനത്തെ 2 പ്രധാന നദികളായ ഗംഗയും അതിന്റെ പോഷക നദിയായ യമുനയും സംഗമിക്കുന്നത് ഹിന്ദി തീർത്ഥാടന കേന്ദ്രമായ പ്രയാഗ്രാജിലെ ത്രിവേണി സംഗമത്തിലാണ്. ഗോമതിയും സരയുമാണ് മറ്റ് ശ്രദ്ധേയമായ നദികൾ. സംസ്ഥാനത്തിന്റെ ഭൂമിശാസ്ത്രപരമായ വിസ്തൃതിയുടെ 6.1% സംസ്ഥാനത്തിന്റെ വനവിസ്തൃതി. കൃഷിയോഗ്യമായ പ്രദേശം മൊത്തം ഭൂമിശാസ്ത്രപരമായ വിസ്തൃതിയുടെ 82%, അറ്റം വിതച്ചത് കൃഷിയോഗ്യമായ സ്ഥലത്തിന്റെ 68.5%. ഇന്ത്യ റിപ്പബ്ലിക് ആയതിനു ശേഷം 1950 ഉത്തർപ്രദേശ് സ്ഥാപിതമായത്. സംസ്ഥാനത്ത് കൃഷി ഊർജിതമാണ്. ഉത്തർപ്രദേശിൽ ഈർപ്പമുള്ള ഉപ ഉഷ്ണമേഖലാ കാലാവസ്ഥയുണ്ട്. ഉത്തർപ്രദേശിലെ മലയോര പ്രദേശങ്ങളിൽ വാർഷിക ശരാശരി 170 സെന്റിമീറ്റർ മുതൽ പടിഞ്ഞാറൻ ഉത്തർപ്രദേശിൽ 84 സെന്റിമീറ്റർ വരെ വ്യത്യാസപ്പെടാം. മൺസൂണിന്റെ 4 മാസങ്ങളിലെ ഈ മഴയുടെ ഭൂരിഭാഗവും കേന്ദ്രീകരിച്ച് അധിക മഴ വെള്ളപ്പൊക്കത്തിനും ക്ഷാമം വരൾച്ചയ്ക്കും ഇടയാക്കും. വേനൽക്കാലത്ത് ഉത്തർപ്രദേശിലുടനീളം ലൂ എന്ന ഉഷ്ണക്കാറ്റ് വീശുന്നു. ഉത്തർപ്രദേശിൽ പ്രകൃതി വിഭവങ്ങൾ ധാരാളമുണ്ട്. ദ്രുതഗതിയിലുള്ള വനനശീകരണവും വന്യമൃഗങ്ങളും വേട്ടയാടലും ഉണ്ടായിട്ടും വൈവിധ്യമാർന്ന സസ്യജന്തുജാലങ്ങൾ സംസ്ഥാനത്ത് നിൽക്കുന്നു. ഇന്ത്യയിലെ മറ്റേതൊരു സംസ്ഥാനത്തെക്കാളും കൂടുതൽ മെട്രോപൊളിറ്റൻ നഗരങ്ങൾ ഉത്തർപ്രദേശിലുണ്ട്. സംസ്ഥാനത്തെ സമ്പൂർണ്ണ നഗര ജനസംഖ്യ 44.4 ദശലക്ഷമാണ്. ഇത് ഇന്ത്യയിലെ മൊത്തം നഗര ജനസംഖ്യയുടെ 11.8%. ഏത് സംസ്ഥാനത്തെക്കാളും ഏറ്റവും ഉയർന്ന 2ാമത്തെ സംസ്ഥാനമാണിത്. ഉത്തർപ്രദേശിൽ വളരെ വലിയ ജനസംഖ്യയും ഉയർന്ന ജനസംഖ്യാ വളർച്ചാ നിരക്കുമുണ്ട്. 1991 മുതൽ 2001 വരെ അതിന്റെ ജനസംഖ്യ 26% വർദ്ധിച്ചു. ഇന്ത്യയിലെ ജനസംഖ്യയുടെ 16.2% ഈ സംസ്ഥാനത്തിന്റെ സംഭാവനയാണ്. 2021 കണക്കാക്കിയ ജനസംഖ്യ ഏകദേശം 240 ദശലക്ഷം ആളുകളാണ്. ഹിന്ദി പ്രാഥമിക ഔദ്യോഗിക ഭാഷയാണ്. ഭൂരിപക്ഷം ജനങ്ങളും ഇത് സംസാരിക്കുന്നു. സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന 2ാമത്തെ ഭാഷയാണ് ഭോജ്പൂരി. പ്രാതിനിധ്യ ജനാധിപത്യത്തിന്റെ പാർലമെന്ററി സംവിധാനമാണ് സംസ്ഥാനം ഭരിക്കുന്നത്. സംസ്ഥാന നിയമസഭ ദ്വിസഭകളാണ്. അതിൽ 2 സഭകൾ ഉൾപ്പെടുന്നു. വിധാൻസഭ, വിധാൻ പരിഷത്ത്. നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ കണക്കുകൾ പ്രകാരം ഏറ്റുമുട്ടൽ കൊലപാതകങ്ങളുടെയും കസ്റ്റഡി മരണങ്ങളുടെയും സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ ഉത്തർപ്രദേശാണ് മുന്നിൽ. 2014 രാജ്യത്ത് ആകെ രേഖപ്പെടുത്തിയ 1530 മരണങ്ങളിൽ 365 ജുഡീഷ്യൽ മരണങ്ങളും സംസ്ഥാനത്ത് രേഖപ്പെടുത്തി. മൊത്ത സംസ്ഥാന ആഭ്യന്തര ഉത്പാദനത്തിന്റെ കാര്യത്തിൽ ഉത്തർപ്രദേശ് ഇന്ത്യയിലെ 4ാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയാണ്. മൊത്തം സംസ്ഥാന ആഭ്യന്തര ഉത്പാദനം 14.89 ലക്ഷം കോടിയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.